ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഈ രാമേശ്വരം കഫേ ഭയങ്കര അടിപൊളി കഫേയാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിക്കും എപ്പോഴും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം എന്ന്. സർപ്രൈസിങ്ങിലി ഇന്നലെ ജിജോ രാത്രി പറഞ്ഞു നമുക്ക് നാളെ രാവിലെ രാമേശ്വരം കഫേ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അപ്പോൾ കുട്ടികൾക്ക് ഒന്ന് കാറ് ഡ്രൈവ് ചെയ്ത് പ്രാക്ടീസും ചെയ്യുക. സൺഡേ രാവിലെ അല്ലേ, അപ്പോൾ വലിയ ട്രാഫിക്കൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ രാവിലെ അതിരാവിലെയൊന്നും അല്ല കേട്ടോ, 8 മണിയായി എഴുന്നേറ്റ് പോയപ്പോഴത്തേക്കും. പോകുന്ന വഴിക്ക് വിസ്മയാട്ടോ വണ്ടി ഓടിച്ചത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവൾ ഡ്രൈവ് ചെയ്തു കേട്ടോ. അത്യാവശ്യം പഠിച്ചു എന്ന് തോന്നുന്നു, പേടിയൊക്കെ മാറിയും തോന്നുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം അവൾ ഓടിച്ചു. അത് റിംഗ് റോഡിൽ കൂടി ആയിരുന്നു ഓടിക്കേണ്ടത്. ഹൈവേന്ന് റിംഗ് റോഡിൽ കയറി. അപ്പോൾ JP നഗർ എത്താറായപ്പോഴത്തേക്കും കുറച്ച് ട്രാഫിക് വന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗത്തെന്ന് വെച്ചാൽ നിറയെ മരങ്ങളൊക്കെ കേട്ടോ രണ്ട് സൈഡിലും. അപ്പോൾ ബാംഗ്ലൂരത്തെ പഴയ സ്ട്രീറ്റുകളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ കുറേയൊക്കെ അതൊക്കെ വെട്ടി മാറ്റിയിട്ടൊക്കെയാണ് ഇപ്പോൾ ബിൽഡിങ്ങുകളൊക്കെ വന്നേക്കണത് കേട്ടോ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ JP നഗറിലുള്ള രാമേശ്വരം കഫേയിലെത്തി. അവിടെ ചെന്നപ്പോഴോ ഉത്സവത്തിനുള്ള ആളുകളുണ്ട് അവിടെ. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് കയറാനേ പറ്റില്ല എന്ന്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാറ് പാർക്ക് ചെയ്ത് അവിടെ ചെന്നു. അപ്പോൾ ക്യൂ ആണ്, നല്ല ലോങ് ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യൂവിൽ കയറി നിന്ന് നമ്മൾ ഓർഡർ കൊടുത്തു. അപ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് മെയിൻ ഐറ്റംസൊക്കെ. അപ്പോൾ അതിൽ നമുക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ചക്ക കൊണ്ടുള്ള കേസരി ബാത്ത് അതായിരുന്നു. അപ്പോൾ നമ്മൾ അത് ഒരു പ്ലേറ്റ് ഓർഡർ ചെയ്തു, ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. പിന്നെ ആസ് യൂഷ്വൽ മസാല ദോശ, തട്ട് ഇഡ്ഡലി, വട, ഇതെല്ലാം തന്നെ സാധാരണ കടകളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ചെറിയ സൈസാട്ടോ എല്ലാം. ദോശയാണെങ്കിലും ചടപടാന്ന് അവർ ധൃതിക്ക് എടുക്കണുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കങ്ങനെ തിരക്ക് തോന്നിയില്ല കേട്ടോ. അത്രയും ആളുകളൊക്കെ നിൽക്കണുണ്ടെങ്കിലും എല്ലാവർക്കും വേഗം വേഗം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്തു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും നമ്മുടെ എക്സ്പെക്റ്റേഷന് അത്രയും എത്തിയില്ല എന്നുള്ളതാണ് ശരിക്കും. നമ്മൾ ഇതിലും നല്ല മസാല ദോശയും ഇഡ്ഡലിയൊക്കെ നമ്മൾ വേറെ കടകളിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാമേശ്വരം കഫേ എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ എത്തിയില്ല കേട്ടോ. അന്നോടുകൂടി നമ്മൾ തീരുമാനിച്ചു ഇനി നമ്മൾ ഈ കഫേയിൽ കഴിക്കില്ല എന്ന്. കാരണം മസാല ദോശയൊക്കെയാണ് ഭയങ്കര ഓയിലി ആയിരുന്നു. പിന്നെ ഭയങ്കര ക്രിസ്പ്നെസ് കൂടുതലായിരുന്നു. ബിസ്ക്കറ്റ് പോലെ നമ്മൾ വായിൽ ഇടാനായിട്ട് ഒടിച്ചെടുത്ത് വേണം കഴിക്കാൻ. അങ്ങനെയായിരുന്നു കേട്ടോ. ഇഡ്ഡലി അത്ര കുഴപ്പമില്ലായിരുന്നു എന്ന് തോന്നുന്നു. ജിജോ ഇഡ്ഡലിയാണ് കഴിച്ചത്. ബാക്കി ചട്നി, സാമ്പാർ അതൊക്കെ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ദോശ അത്ര വന്നില്ല. പിന്നെ ചക്കയുടെ കേസരി ബാത്തും നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയില്ല. അത് റവ കേസരി തന്നെയാണ് നല്ലത് എന്ന് തോന്നി. അങ്ങനെ അവിടെ നിന്ന് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഇപ്പോഴും തിരക്കുണ്ട്, ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സൺഡേസിൽ ആരും തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിലുണ്ടാക്കില്ല എന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇത് പണ്ട് തുടങ്ങിയ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആയിരുന്നു ഈ JP നഗർ. ഇപ്പോൾ പക്ഷേ അതൊക്കെ കുറേ മാറ്റങ്ങൾ വന്നു കേട്ടോ. കൂടുതലും രണ്ട് സൈഡിലും പബ്സും ബാറുകളും ഒക്കെയാണ്. അപ്പോൾ ഈവനിങ് ആണ് അവിടെയൊക്കെ കൂടുതൽ ആളുകളൊക്കെ വരുന്നത്, ലൈവ്ലി ആകുന്നത്. പിന്നെ ഇന്നലെ സാറ്റർഡേ ആയിരുന്നല്ലോ. അപ്പോൾ സാറ്റർഡേ ഈവനിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞ് ആളുകൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ മരങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഈ കാറിലിരുന്ന് പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു നല്ലൊരു സന്തോഷമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു വെരി മച്ച്.